കർത്താവ് അന്യായം ഒന്നും ചെയ്തൊന്നുമില്ല. സുവിശേഷ വേലയ്ക്ക് കൂലി ചോദിച്ചു പോയവർക്കൊന്നും കൂലി കിട്ടാതിരുന്നിട്ടൊന്നുമില്ല. ന്യായമായത്. ഞാൻ പാസ്റ്റർ പി ജെ തോമസുമായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പി ജെ തോമസ് പറയുന്ന ഷാരോൺ ചർച്ചസിൻ്റെ സ്ഥാപകനായ പാസ്റ്റർ പി ജെ തോമസുമായിട്ട് സംസാരിച്ചപ്പോൾ, അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്ന, ഞാൻ വേറൊരു പഴയ ഒരു സ്റ്റോറി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റർ കെ സി ചെറിയാൻ്റെ ഒരു സ്റ്റോറി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ്. കെ സി ചിറാച്ചൻ്റെയും കൊടുന്തറ ഉമ്മച്ചൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സജു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. 1930 പോസ്റ്റ് ഗ്രാജുവേറ്റ്. അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ മതി സിവിൽ സർവീസിൽ കയറാൻ. സിവിൽ സർവീസസിൽ കയറത്തക്ക രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പി ജെ തോമസ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, മോനെ എടാ, നീ ജോലി ചെയ്ത് ആ ശമ്പളം കൊണ്ട് 10 ജോലിക്കാർ 10 വേലക്കാർ, അതാണ് നമ്മുടെ എല്ലാം ചിന്ത. എന്തുവാ നമ്മുടെ എല്ലാം ചിന്ത? എന്താണ്? ഞാൻ ജോലി ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്താൽ, എനിക്കിത്രയും ഞാൻ ക്വാളിഫൈഡ് ആണ്, അതുകൊണ്ട് ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ ദശാംശം കൊണ്ട് 10 പേരെ വിടാമെന്നൊക്കെയാണ്. അപ്പോൾ ദൈവത്തിന് കൂടുതൽ ഉപകാരം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പണിക്ക് പോവുകയും അതിൽ നിന്നുള്ള ശമ്പളം കൊണ്ട് 10 പേരെ വിടുകയും അത് വലിയൊരു ആനക്കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രദറെ, എനിക്ക് ഒറീസയിൽ എനിക്കുണ്ട് 4 വേലക്കാർ. വീട്ടുവേലക്കാരാണ് എന്തോ ഇത്. ഒറീസയിൽ എനിക്കുണ്ട് 4 വേലക്കാർ എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പൈസ കൊടുത്ത് ആരെയെങ്കിലും ആക്കുന്നു, നമുക്കൊരു മാനസിക സംതൃപ്തി. പക്ഷെ കർത്താവ്, ഞാൻ പറയുന്നത്, നിങ്ങൾ മിഷനെ സഹായിക്കുന്നത് വേറെ കാര്യം. പക്ഷെ കർത്താവ് നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം കൊണ്ട് ആരെയെങ്കിലും വിടുന്നത് കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വിളിയെങ്കിൽ നിങ്ങൾ തന്നെ സുവിശേഷ വേല ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ശമ്പളം കൊണ്ട് വേറൊരാളെ വിട്ടിട്ട് അതിന് പകരമാകും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. ജോലി ചെയ്യാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ജോലി ചെയ്തു. ജോലി ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ജോലി ചെയ്ത് നിങ്ങൾ കിട്ടുന്ന ശമ്പളം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള ആള് ജോലി ചെയ്ത് അതിൻ്റെ കാശിൽ നിന്ന് ഒരു ചെറിയ അംശം കൊടുത്ത് ഒരു സുവിശേഷകനെ ആക്കിയിട്ട് ഞാൻ സുവിശേഷ വേലയുടെ ഭാഗമാക്കാണെന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിളി എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എഞ്ചിനീയറായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്, ബിസിനസ്സുകാരായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്, നേഴ്സായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്, ഡോക്ടറായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്. എന്താണ് ഓരോരോ ഗാഡ്, അതെല്ലാം കോളിംഗ് ആണ്. അതെല്ലാം കോളിംഗ് ആണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല വിളി. എല്ലാത്തിനും വിളി വേണം. വിളിയില്ലാതെ ഒരുത്തിന് എഞ്ചിനീയർ ആയാൽ അവൻ പാലം പണിത് അത് താഴെ പോകും. അതിന് സംശയമൊന്നുമില്ല. വിളിയുള്ളവൻ മാത്രമേ ആകാവൂ എഞ്ചിനീയർ ആകാവൂ. അല്ലാതെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം അറിയാമോ? വിളിയില്ലാത്ത പിള്ളേരെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നഷ്ടസ്വപ്നങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കാനായിട്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് IIT പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. IIT പോകാൻ പറ്റുള്ളൂ. എന്നാൽ എൻ്റെ പിള്ളേരെയെങ്കിലും IIT വിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എൻ്റെ നഷ്ടസ്വപ്നങ്ങൾ എൻ്റെ പിള്ളേരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അവന് മാർഗം കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഒടുവിൽ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 1 കോടി രൂപ മുടക്കിയായിരിക്കും ഇവനെ എഞ്ചിനീയറിംഗ് കഴിക്കുന്നത്. 4 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട എഞ്ചിനീയറിംഗ് ഇവന് 10 കൊല്ലം കൊണ്ടായിരിക്കും തീർക്കുന്നത്. ഇവൻ പാലം പണിത പിന്നെ താഴെ പോയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. എന്തിനു വെറുതെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നത്? അവൻ്റെ കോളിംഗ് ഉണ്ടോ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കോളിംഗ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വിഷയം വിട്ടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓക്കെ, കം ബാക്ക്. അപ്പോൾ ന്യായമായത് തരാമെന്ന് ഈ പി ജെ തോമസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇദ്ദേഹത്തിൽ പറഞ്ഞപ്പോൾ പി ജെ തോമസിന് അത് സഹിക്കാൻ പറ്റിയില്ല. കാര്യം അദ്ദേഹം പറഞ്ഞു, ഗാഡ് ഹാസ് കോൾഡ് മീ, ദൈവം എന്നെ വിളിച്ചു, അപ്പോൾ എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അന്ന് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി കൊടുന്തറ ഉമ്മച്ചനാണ്. കൊടുന്തറ ഉമ്മച്ചൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാചകം, തോമാച്ച, അന്ന് കൊടുന്തറ ഉമ്മച്ചൻ പ്രായമുള്ള ആളും പാസ്റ്റർ പി ജെ തോമസ് പ്രായം കുറഞ്ഞ യുവാവുമാണ്. തോമാച്ച, ഒരു കാര്യം ഞാൻ പറയാം, നീ സുവിശേഷ വേല ചെയ്യാതെ വേറൊരു ജോലിയാണ് നിനക്ക് ചെയ്യുന്നതെങ്കിൽ, നിന്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ചെയ്താൽ നിനക്ക് എന്ത് കിട്ടുമോ അതിനേക്കാൾ ദൈവം നിനക്ക് ഒട്ടും കുറയ്ക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. യു ഹാവ് ചോസൻ, നീ സുവിശേഷ വേലയാണ് തിരഞ്ഞെടുത്തത്. ദൈവം നിന്നെ വിളിച്ചു, നീ അത് തിരഞ്ഞെടുത്തു. നീ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, നീ ഇതിന് പകരം എവിടെയെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറുകയോ അതല്ലെങ്കിൽ സിവിൽ സർവീസ് കയറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നിനക്ക് എന്ത് ശമ്പളം കിട്ടുമോ, എങ്ങനെ ഒരു ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റുമോ അതിനേക്കാൾ ദൈവം നിനക്കൊട്ടും കുറയ്ക്കത്തില്ല. കാര്യം ദൈവം ന്യായമുള്ള ദൈവമാണ്. കുറയ്ക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായമാണ്. അപ്പോൾ എനിക്ക് പാസ്റ്റർ പി ജെ തോമസിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഐ വാസ് സോ ഹാപ്പി. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കടന്നൊരു ചിന്തയുണ്ട്. കുറയ്ക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായമാണ്, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷേ എൻ്റെ നീതി എന്താണെന്നൂടെ ആലോചിക്കണം. എൻ്റെ നീതി ഒരു കുറഞ്ഞ ജീവിതം ജീവിക്കാൻ കഴിയുന്നതാണ് എൻ്റെ നീതി. അത് ഞാൻ തീരുമാനിക്കണം. കാര്യം പൗലോസ് എത്രയോ സാമ്പത്തിക മേന്മയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്
പൗലോസിന് ജീവിക്കാമായിരുന്ന ജീവിത സാഹചര്യത്തിലൊന്നും അല്ല പൗലോസ് ജീവിച്ചത്, അതിനേക്കാൾ വളരെ താഴെയുള്ള ലെവലിലാണ്. എത്രയോ മിഷണറിമാർ അവർക്ക് ജീവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ എത്രയോ കുറഞ്ഞ നിലയിൽ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതവർ ചൂസ് ചെയ്തതാണ്, അല്ലാതെ ഇല്ലായ്മ കൊണ്ടല്ല. അവരെന്ത് ചെയ്തതാണ്? ചൂസ് ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജെസ്സിയോട് ഇപ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ 2.5 മാസം ആഫ്രിക്കയിലുണ്ട്. 2.5 മാസത്തിനിടയ്ക്ക് എനിക്ക് ഒരു അസുലഭമായ ഒരു കാഴ്ച കാണാൻ പറ്റി. ഞാൻ നിയാസ എന്ന് പറയുന്ന മൊസാംബിക്കിലെ ഒരു സിറ്റിയിൽ ഐ വാസ് പ്രീച്ചിങ്. അപ്പം ആ സിറ്റിയിൽ ഒരു വലിയൊരു മീറ്റിംഗ് ആണ്, ഒരു പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ്, എയറോ ക്ലബ്, അവിടുത്തെ വലിയൊരു സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ഒരു വലിയൊരു മീറ്റിംഗ് ആണ്. ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന മീറ്റിംഗ്. സോ എൻ്റെ പ്രീച്ചിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ഓസ്ട്രേലിയൻ പെൺകുട്ടി എന്ന് പറയണ്ട, മേ ബി ഐ തിങ്ക് 30-35 ഇയേഴ്സ്, അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അവളോട് പറഞ്ഞു, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ മിഷണറി ഇൻ ഇന്ത്യ. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ കൽക്കട്ടയിലെ ഒരു മിഷണറി ആയിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വല്യപ്പൻ്റെ അപ്പൻ കൽക്കട്ടയിൽ മിഷണറി ആയിരുന്നെങ്കിൽ ഇവളും മിഷണറി ആയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ആഫ്രിക്കയിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചോദിച്ചു, ഹൗ അബൌട്ട് യുവർ ഗ്രാൻഡ് ഫാദർ ആൻഡ് യുവർ ഫാദർ? അവൾ പറഞ്ഞു, ഞങ്ങളുടെ മിഷനറി പരമ്പരയിലെ 4ാമത്തെ ആളാണ്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ മിഷണറി, മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ മിഷണറി, മൈ ഫാദർ വാസ് എ മിഷണറി, ആൻഡ് നൗ ഐ എം എ മിഷണറി ഇൻ ആഫ്രിക്ക. എന്തോരം ഭാഗ്യകരമായ ഒരു സ്റ്റേജ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വാസം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചു. ഞാനിവിടെ വന്ന് എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് ദ തിങ് ദാറ്റ് ഞാൻ ജെസ്സിയോട് പറഞ്ഞ ആദ്യത്തെ കാര്യം അതാണ്. ആദ്യത്തെ കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തലമുറകളായി കർത്താവിനെ സേവിക്കുവാൻ, അതും മിഷണറീസായിട്ട്. എനിക്കറിയാം, എനിക്ക് അവൾ ജീവിക്കുന്ന സാഹചര്യമൊക്കെ എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. എങ്ങനെ ജീവിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എത്ര മോശമായ എൻവയൺമെൻറ്റിലേക്കാണ് അവൾ വന്ന് ചാടിയിരിക്കുന്നത്. പക്ഷെ അവളത് ചൂസ് ചെയ്യുകയാണ്. നോക്കുക, അങ്ങനെ കർത്താവ് നമുക്ക്, അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു ആസ്ക് ക്വസ്റ്റ്യൻസ്, കർത്താവ് പറഞ്ഞു, ന്യായമായത് ഞാൻ നിനക്ക് തരാം. ചോദ്യം ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് ഒരിക്കലും കുറവ് വരുത്തത്തില്ല. ചോദ്യം ചോദിക്കാതെ ചെല്ലുന്നവനുണ്ട്, അവൻ എന്ത് ചെയ്യാണ്? അവൻ പറയാണ്, ഐ ഡോണ്ട് കെയർ, എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നിർബന്ധമില്ല. അവനത് ചൂസ് ചെയ്യാണ്. അവൻ ഏത് ജീവിത സാഹചര്യത്തെയും ചൂസ് ചെയ്യാണ്. അത് ദൈവത്തിന് കൂടുതൽ പ്രസാദകരമാണ്. പക്ഷേ കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട്, ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടും പറയിക്കാതിരിക്കാൻ, അങ്ങനെ പറയുന്നവരെ കൊണ്ട് പറയിക്കാതിരിക്കാൻ കർത്താവ് എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിച്ച് കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെയൊക്കെ സഭകളിൽ ആളുകൾ വരുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിനെ അനുഗമിച്ചിറങ്ങിയതുകൊണ്ട് ആർക്കും എത്ര നഷ്ടം ഉണ്ടായിട്ടുള്ളത്? എല്ലാവർക്കും ലാഭമല്ല ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ലാഭം ഉണ്ടായിട്ടുള്ളത്. ലാഭം വേണ്ടാന്ന് വെച്ച ആരെങ്കിലും ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എന്ത് കിട്ടുമെന്ന് ചോദിച്ച സകല ആളുകൾക്കും, അല്ലെങ്കിൽ കിട്ടുന്നത് പ്രതീക്ഷിച്ച് വന്ന സകല ആളുകൾക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉപമയുടെ പ്രത്യേകത. കർത്താവ് പറയുകയാണ്, ന്യായമായത് ഞാൻ നിങ്ങൾക്ക് തരാം. കർത്താവ് ന്യായമായത്, അതിനപ്പുറത്തേത് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ദൈവത്തെ വിളിച്ചിറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും. അതൊക്കെയാണല്ലോ നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷി നമ്മൾ പറയുന്നതാണ്. കർത്താവിനെ ഇറങ്ങിയ സമയത്ത് അല്ലേ, ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയും, നമ്മൾ രക്ഷിക്കപ്പെട്ടു പോയില്ലേ ബ്രദറെ, അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വലിയ ആണ്ടൊക്കെ കാണിക്കാരെന്നൊക്കെ പറയും. വെറുതെയാണ്, ചുമ്മാ പറയുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് കർത്താവിനുള്ള മറുപടി ഇതാണ്, ഞാൻ നിനക്ക് ന്യായമായി തരും. 6 മണി നേരത്തും 9 മണി നേരത്തും ഉച്ചയ്ക്ക് 12 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും എല്ലാവരോടും പറയുന്നത് ന്യായമായത് തരാം. പിന്നീട് സംഭവിക്കുന്നത്, നമ്മൾ 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ 11 മണി നേരത്ത്, വൈകുന്നേരം 5 മണി, ഇനി 1 മണിക്കൂറേ ഉള്ളൂ. കർത്താവ് വീണ്ടും വരികയാണ്. കാര്യം ഇത്രയും പേര് വന്നിട്ടും അവന്റെ മുന്തിരിത്തോട്ടത്തിലെ അധ്വാനത്തിന് വീണ്ടും ആളെ ആവശ്യമുണ്ട്. 11th hour കർത്താവ് വന്നപ്പോൾ സ്റ്റിൽ someone was standing there. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ ഇതെന്ത് നിങ്ങൾ കാണിക്കുന്നത്? ഇറ്റ്സ് 11th hour, നിങ്ങൾ എവിടെയായിരുന്നു? അതായത് നേരത്തെ വന്നപ്പോഴൊന്നും ഇവരെ എന്ത് ചെയ്തില്ല, കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാഞ്ഞത്? കാരണം ഇവർക്ക് തന്നെ അറിയാം, വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ആരും ഇവരെ കൂലിക്ക് വിളിക്കത്തില്ല. നേരത്തെ 4 പ്രാവശ്യം കൊയ്ത്തിന്റെ യജമാനൻ ഇതേ സ്ഥലത്ത് വന്നിട്ടും ഇവരെ ആരെയും കാണാഞ്ഞതിന്റെ കാരണം എന്താണ്? അവരെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളവരല്ല. അവരോട് തന്നെ നോക്കിയിട്ട് പറയുന്നത്,
വി ആർ നോട്ട് വർത്തി ടു ബി കൺസിഡർ ആസ് എ ലേബറർ. ഒരു കൂലിക്കാരെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത പോലും എനിക്ക് വാസ്തവത്തിൽ ഇല്ല. അതുകൊണ്ട് സ്വന്തം യോഗ്യതയിൽ ഒരു കോൺഫിഡൻസും ഇല്ലാത്ത, ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുകെട്ടവർ എന്ന് സ്വയം തിരിച്ചറിഞ്ഞവരാണ് അവർ. കഴിവുകെട്ടവർ. ശരിക്കും ഈ കഴിവുകെട്ടവരെ ആണ് കർത്താവ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ ചാപ്റ്റർ 1 1 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈവൻ പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലഹീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിൽ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. കർത്താവ് ഈ ഉപമയിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 11th അവറിൽ വന്ന ആളുകളെയാണ്. ഈ 11-ാം മണി നേരത്ത് വന്ന ആളുകൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതായത് ഈ നേരത്തെ 4 പ്രാവശ്യം ഈ യജമാനൻ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്തിനാ ഇവിടെ 5-ാം മണി നേരത്ത് വന്നതെന്ന് ചോദിക്കാം. ഏതാണെങ്കിലും കഴിഞ്ഞ 11 മണിക്കൂർ വരാതെ ഈ 5-ാം മണി നേരത്ത് ഇവർ വരാൻ കാര്യം എൻ്റെ ഒരു ചിന്ത, ഈ 12 മണിക്കൂർ പണിയെടുത്തവനൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ചന്തയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ദേ ഗോട്ട് മണി. ആ പൈസയുമായിട്ട് വരുമ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഉച്ചിഷ്ടം വല്ലതും കിട്ടുമോയെന്ന് അറിയാൻ അവർ വന്നത്. ഇൻഫാക്ട് ദേ കൺസിഡർ ദംസെൽസ് ആസ് ബഗേഴ്സ്. they were like beggars. അവർക്കൊരു കഴിവില്ലെന്ന് തന്നെയല്ല, അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കത്തക്ക നിലയിലുള്ള താണ സ്റ്റേജിലുള്ളവരാണെന്നാണ്. അതിനെ അവർക്ക് കഴിയും. ഒരു പക്ഷേ അവർക്ക് ആരോഗ്യമില്ലാത്തവരായിരിക്കാം, ഒരു പക്ഷേ സ്കിൽഡ് അല്ലായിരിക്കാം, കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്തവരായിരിക്കാം, പല കാരണങ്ങൾ കാണുമായിരിക്കും. എന്നാൽ കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ. കാരണം എന്താണെന്നറിയാമോ? ദൈവം ഇവരുടെ എബിലിറ്റി നോക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, God is not concerned about your ability. He is more concerned about your availability. കർത്താവ് നിങ്ങളുടെ കഴിവുകളെ അല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. എബിലിറ്റീസ് ആണ് പലപ്പോഴും ഏത് ജോലിക്ക് ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എബിലിറ്റീസ് ആണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കഴിവുണ്ടെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ കർത്താവ് ഇവരോടൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഓക്കെ, 1 മണിക്കൂറുള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിയുന്നതെന്ന് ചോദിക്കുന്നില്ല. കാര്യം കർത്താവിൻ്റെ എബിലിറ്റി ഒരു വിഷയമേ അല്ല. ഞാൻ ഡൂലോ ഷിപ്പിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഡൂലോ ഷിപ്പിൽ നിന്ന് പോരാൻ നേരം ഇവരെന്നോട് ഷിപ്പിൽ നിന്ന് പോരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെയർ, എക്സ് ഡൂലോസ് ആൾക്കാർക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കത്തയക്കാനൊക്കെ ആയിരിക്കാം, ഇറ്റ് വാസ് ഇയേഴ്സ് ബാക്ക്. അന്ന് അവരെന്നോട് ആ ക്വസ്റ്റ്യനെയറിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. പേര് ഇതൊക്കെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ എബിലിറ്റീസ്? നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താ പറയണ്ടേ, എന്താ നമ്മുടെ കഴിവ്? പാട്ട് പാടുമെന്നോ, ചിത്രം വരയ്ക്കുമെന്നോ, പ്രസംഗിക്കുമെന്നോ, എഴുതുമെന്നോ, എന്ത് എഴുതണ്ടേ? പക്ഷെ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, ഇച്ചിരി ലോങ് ആയിട്ടാണ് എഴുതിയത്. ഞാൻ എഴുതി, ഇറ്റ്സ് ലൈക്ക് ദ ബ്ലേഡ്സ് ഓഫ് എ മിക്സർ ഗ്രൈൻഡർ. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡറിൻ്റെ ബ്ലേഡ് പോലെയാണ് എൻ്റെ എബിലിറ്റീസ്. യജമാനന് മിക്സർ ഗ്രൈൻഡർ എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണോ അതനുസരിച്ച് അങ്ങേരെ ബ്ലേഡ് ഇടുക. ഞാൻ ബ്ലേഡ് ഇല്ലാത്ത ഒരു ബൗൾ പോലെയാണ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ റോട്ട്. ഐ എം ജസ്റ്റ് ലൈക്ക് എ ബൗൾ വിതൗട്ട് എ ബ്ലേഡ്. എൻ്റെ യജമാനന് ഫ്രൂട്ടോ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ജ്യൂസർ ബ്ലേഡ് ഇടും, മിൻസ് ചെയ്യണമെങ്കിൽ മിൻസർ ബ്ലേഡ് ഇടും, വെജിറ്റബിൾ കട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ബ്ലേഡ് ഇടും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ബൗള് പോലെ അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നെ കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് ചെയ്യാനുള്ള ബ്ലേഡ് അതാണ് എൻ്റെ എബിലിറ്റി. അല്ലാതെ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നത് ഒരു ബ്ലേഡും ഇല്ലാതെ അവൻ്റെ സന്നിധി നിൽക്കാനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്തൊരു ബ്ലേഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബ്ലേഡ് ഇടാൻ പറ്റുകയില്ല. ഒരു ബ്ലേഡ് ഉള്ള ബൗളിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നതെന്നറിയാമോ, നമ്മൾ ഒരു ബ്ലേഡും ഇല്ലാതെ നമ്മളെ തന്നെ എംറ്റി ചെയ്ത് കയറി നിന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണോ അതിന് ആവശ്യമുള്ള ബ്ലേഡ് അന്നേരം അവൻ ഇട്ടോളും. ഞാൻ പാട്ട് പാടിയ ചിലപ്പോൾ ആൾക്കാരൊക്കെ എണീറ്റ് പോകുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു പാട്ടുകാരനാകണമെങ്കിൽ അതിനുള്ള ബ്ലേഡ് ഇടാനും ദൈവത്തിന് കഴിയും. ഞാനൊരു പ്രസംഗകനാകണമെങ്കിൽ അതിനുള്ള ബ്ലേഡ് ഇടാനായിട്ട് ദൈവത്തിന് കഴിയും. ഞാനൊരു ചിത്രകാരനാകണമെങ്കിൽ അതിനുള്ള ബ്ലേഡ് ഇടാനും ദൈവത്തിന് കഴിയും. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓൾറെഡി ഒരു ബ്ലേഡ് അതിനകത്ത് ഫിക്സ് ചെയ്യാൻ പാടില്ല. ഇതാണ് വാസ്തവത്തിൽ ദൈവം നോക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, God is not concerned about your abilities. He is more concerned about your availability. കർത്താവ് നമ്മൾ എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മോസസിന്റെ കാര്യം നമുക്കറിയാമല്ലോ. മിസ്രൈമിന്റെ സകല ജ്ഞാനവും ഉണ്ടായിട്ടും ദൈവം അവനെ ഉപയോഗിച്ചില്ല. എപ്പോഴാണ് ദൈവം അവനെ ഉപയോഗിച്ചത്?
ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരെന്ന് ചോദിച്ചപ്പോഴാണ്. അതായത് ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിവില്ല. 40 വയസ്സായപ്പോൾ ഇവൻ ചിന്തിച്ചത് ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളതെന്നാണ്. കാര്യം എന്നെപ്പോലെ വിദ്യാഭ്യാസവും 2 വർത്തമാനം പറയാൻ അറിയണമെങ്കിൽ എനിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് എന്നെ കൊണ്ട് മാത്രമേ ദൈവത്തിന് പ്രയോഗിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചിരുന്ന ആള് 40 വർഷം മരുഭൂമിയിൽ കിടന്ന് എല്ലാം അൺലേൺ ചെയ്ത് ഡേറ്റ് ഒടുവിൽ ചോദിക്കുകയാണ്, ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരാന്ന്? ഹൂ ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ ഫാരോ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഇപ്പോഴാ നീ ഫിറ്റായത്. കാരണം ഇപ്പോൾ നീ എന്താണ്? ബ്ലേഡ് ഇല്ലാത്ത ഒരു മിക്സിയാണ്. വെരി ഗുഡ്. കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ഇതാണ്. ഈ 11 മണിക്കൂർ നേരം വന്ന ആളുകളെ കുറിച്ച് അവിടെ നമ്മൾ കർത്താവ് അവരോട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾ പകൽ മുഴുവൻ ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക്കൊണ്ട് അത്ര എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞയച്ചു. അവർ ചോദ്യം ചോദിച്ചില്ല, ഉത്തരം പറഞ്ഞുമില്ല. കർത്താവ് അവരോട് പറയുന്നില്ല, നിങ്ങളും ചെല്ല്, ന്യായമായത് ഞാൻ തരാമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് ഇവര് ചോദിച്ചുമില്ല. എന്ത് തരുമെന്ന് ചോദിച്ചില്ല, എന്ത് കിട്ടുമെന്ന് ചോദിച്ചില്ല, എന്ത് തരുമെന്നുള്ളത് കർത്താവോട്ട് പറഞ്ഞുമില്ല. കാരണം മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ കിട്ടുന്ന ഒരു അവസരം തന്നെ അവരൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അവർ പറയുന്നത്, എടാ ഇത് വലിയൊരു പ്രൊമോഷനാണ്. ഇതുവരെ നമ്മളെ ആളുകൾ കണക്കാക്കിയിരുന്നത് ബെഗേഴ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു? കൂലിക്കാരായിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് കൂലിക്കാരെന്നുള്ള നിലയിൽ. 2 Corinthians chapter 4:1 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പൗലോസ് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകാൻ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. വി ഡു നോട്ട് ലൂസ് ഹാർട്ട് ബിക്കോസ് ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ് വി ഹാവ് ഗിവൺ ദിസ് മിനിസ്ട്രി. കർത്താവിന്റെ കരുണ കൊണ്ട് ഈ ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചത് കൊണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോകുന്നില്ലെന്ന് അപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും? എൻ്റെ ഹൃദയം തകർന്നു പോയേനേയും. അവിടെ പോള് കർത്താവിന്റെ ശുശ്രൂഷകനാകാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ടു ഹിം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അതുപോലെ അവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ കഴിയുന്നത് തന്നെയാണ് പ്രതിഫലം. അവർ പറയുന്നത്, ഈവൻ ഇഫ് വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്, ഒന്നും കിട്ടിയില്ലെങ്കിലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഏറ്റവും കുറഞ്ഞത് നമുക്ക് പറയാമല്ലോ, ഞാൻ ഇന്നലെ ഇന്ന ആളുടെ മുന്തിരിത്തോട്ടത്തിലാണ് വേലയെടുത്തത് എന്ന് പറയാമല്ലോ. അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുകയാണ്. അതിന്റെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സന്ധ്യയായപ്പോൾ, there is an evening, സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. സന്ധ്യയായപ്പോൾ we need to know that there is an evening. Everyone will get a reward according to his work. ഇതിങ്ങനെ എന്നും തുടർന്നു പോകുമെന്ന് നമ്മൾ ആരും ചിന്തിക്കണ്ട. യജമാനൻ വിളിച്ച് റിവാർഡ് തരുന്ന ഒരു ദിവസമുണ്ട്. അതിന് മുമ്പ് കിട്ടുന്ന റിവാർഡൊക്കെയാണ് നമുക്ക് വലിയ പ്രത്യേകത. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മളെല്ലാം നോക്കുന്നത് ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്നാണ്, ഇപ്പോൾ എനിക്ക് എത്ര പ്രശംസ കിട്ടുമെന്നാണ്, ഇപ്പോൾ എനിക്ക് എത്ര പണം കിട്ടുമെന്നാണ്, ഇപ്പോൾ എനിക്ക് എന്ത് സൗഖ്യം കിട്ടുമെന്നാണ്, ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും. പക്ഷേ ഇവിടെ പ്രതിഫലം നിശ്ചയിക്കുന്ന, വീതിക്കുന്നതായ ഒരു സന്ധ്യയുണ്ട്. ആ ഈവനിങ്ങിലാണ് യഥാർത്ഥ പ്രതിഫലം വിഭജിക്കപ്പെടുന്നത്.